ദുരന്തഭൂമിയിൽ ജീവന്റെ തുടിപ്പ് തേടി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് മുണ്ടക്കയിൽ ശ്വാസം വലിക്കുന്ന ഒരു സിഗ്നൽ ലഭിച്ചു എന്നതിന്റെ പേരിൽ മണിക്കൂറുകളായി തുടരുന്ന ഒരു രക്ഷാദൗത്യം, വളരെ അപൂർവമായ രക്ഷാദൗത്യം. മണ്ണിനടിയിൽ ശ്വാസത്തിന്റെ കണികയുണ്ടോ, ജീവന്റെ തുടിപ്പുണ്ടോ എന്ന് തേടിയുള്ള രക്ഷാദൗത്യം ഇപ്പോഴും തുടരുകയാണ്. രാത്രി വൈകി നേരത്തെ ഒന്നും കണ്ടെത്താതിനെ തുടർന്ന് അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഒരു രക്ഷാദൗത്യ പ്രവർത്തനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രത്യേകമായ ഇടപെടലിനെ തുടർന്ന് പുനരാരംഭിച്ചിട്ടുള്ളത്. രാത്രി കൂടുതൽ വെളിച്ചവും മറ്റ് സംവിധാനങ്ങളും എത്തിച്ചുകൊണ്ട് ഒരു തകർന്ന കടമുറിയുടെ അകത്താണ് ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ആ കട പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നാം ഇപ്പോൾ അറിയുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് മുഹമ്മദ് അസ്ലം ചേരുന്നു. അസ്ലം, ഈ കടമുറി പൊളിച്ചിട്ടാണോ പരിശോധന ഉണ്ടാവുക, അല്ലാതെ തന്നെ മാന്തി നോക്കുന്നുണ്ടോ? അജിംസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഈ പരിശോധന ഒരു ഘട്ടത്തിൽ നടത്തി 1.5 മണിക്കൂറോ 2 മണിക്കൂറോളം നടത്തി. അത് പിന്നെ നിർത്തി പോകാനായിരുന്നു തീരുമാനിച്ചത്. കാരണം അത് ഏതിന്റെ സിഗ്നലാണ്, ഒരു മനുഷ്യന്റെ ശ്വാസത്തിന്റെ സിഗ്നലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പാമ്പോ എലിയോ അങ്ങനെ മണ്ണിനടിയുള്ള ഏതെങ്കിലും ജീവിയുടേതാണോ എന്ന് വ്യക്തമാക്കാതെ പ്രത്യേകിച്ചൊന്നും പിന്നെ വ്യക്തതയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ അങ്ങനെയാണ് തീരുമാനിച്ചത്. അതേസമയം പിന്നീട് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ഓഫീസിൽ നിർദ്ദേശം കളക്ടർക്ക് ലഭിക്കുന്നു. അതായത് അത്തരമൊരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ജീവന്റെ ഒരു സ്പന്ദനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യജീവന്റേതാണെങ്കിൽ ഒരിക്കലും അത് നാളത്തേക്കായി മാറ്റിവെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സാഹചര്യങ്ങളും, പ്രതികൂല സാഹചര്യങ്ങളും മറികടന്നുകൊണ്ട് തന്നെ ഇന്ന് പരിശോധന നടത്താനുള്ള എല്ലാ സാധ്യതകളും നോക്കണമെന്ന് കളക്ടർക്ക് നിർദ്ദേശം വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ സൈന്യവുമായി സംസാരിച്ചു. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് മുണ്ടക്കയത്ത് ആ ടൗണിൽ ആ ക്രിസ്ത്യൻ ചർച്ചിന് നേരെ എതിരെയുള്ള ഒരു കടമുറിയാണ്. ഈ കടമുറിയിലെ അവിടെ നിന്ന് ഇടത്ത് നോക്കുമ്പോൾ രണ്ടാമത്തെ മുറിയുടെ തൊട്ട് താഴെയായിട്ടാണ് ഈ സിഗ്നൽ ലഭിച്ചതെന്നാണ് സൈന്യത്തിനു വേണ്ടി ഇത് തെർമൽ റഡാർ സംവിധാനം നടത്തുന്ന ഒരു സ്വകാര്യ ഏജൻസി അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ അതിന് താഴെ പരിശോധന നടത്തി. അതേസമയം ഇപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കടമുറി പൊളിച്ചുകൊണ്ട് എവിടെയാണോ കൃത്യമായ സിഗ്നൽ ലഭിക്കുന്നത് ആ തറ മാന്തി, അതും നമുക്കറിയാം ഒരു ജീവന്റെ ഒരു മിടിപ്പാണെങ്കിൽ സ്വാഭാവികമായും ഒരു തരത്തിലും അതിന് കേടില്ലാത്ത രീതിയിൽ സുരക്ഷിതമായി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി ചെയ്യണം. അതുകൊണ്ട് തന്നെ റഡാർ ഒന്നുകൂടി പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഏതാണ് അതിന്റെ ഒരു റേഡിയസ്, ഒരു കൃത്യമായ ഒരു റേഡിയസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോ ഒരു വെളിച്ചം സംവിധാനം എത്തുന്നുണ്ട്. പിന്നെ അതായത് ഇവിടെ നമുക്ക് 2 കാര്യങ്ങളാണ് ഈ കട പൊടിക്കുന്നതിന് വേണ്ട. ഒന്ന്, കൃത്യമായ വെളിച്ച സംവിധാനം. അതിനുവേണ്ടി പിന്നെ വെളിച്ച സംവിധാനം ഇപ്പോൾ എത്തിയിട്ടുണ്ട്, അത് പ്രവർത്തിച്ചു തുടങ്ങും. തുടർന്ന് ഹിറ്റാച്ചി എത്തുക. ഹിറ്റാച്ചി നേരത്തെ ഇവിടെ ഉണ്ട്, അതിന്റെ ഓപ്പറേറ്റർ കൂടെ എത്തിക്കഴിഞ്ഞാൽ സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ ഈ കട ഭാഗം പൊളിക്കും. തുടർന്ന് സിഗ്നൽ കൃത്യമായി കണ്ടെത്തിയ ആ ഭാഗത്ത് പരിശോധന നടത്തും. അതായത് കൃത്യമായി തറ മാന്തി തന്നെ പരിശോധന നടത്തും. അതിനുവേണ്ടി കൃത്യമായി ഒന്നുകൂടി റഡാർ വെച്ചുകൊണ്ട് അതിന്റെ എല്ലാ ഭാഗങ്ങളും, അതിന്റെ എല്ലാ റേഡിയസ്, ഒരു കൃത്യമായ ചുറ്റളവ് കണ്ടെത്താൻ വേണ്ടി എല്ലാ ഭാഗത്തും പുറത്തും അകത്തും ഒക്കെ തന്നെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു രക്ഷാദൌത്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു ജീവന്റെ സ്പന്ദനം ഉണ്ടെങ്കിൽ അതൊരിക്കലും പിന്നെ നമുക്ക് എടുക്കാതിരിക്കാൻ, അത് ഏതാണെന്ന് തിരിച്ചറിയാതെയെങ്കിലും ജീവന്റെ തുടിപ്പ് തേടി മണ്ണിനടിയിൽ വീണ്ടും തെരച്ചിൽ തുടരുകയാണ്. തെർമൽ റഡാർ പരിശോധനയിലാണ് ജീവനുള്ള എന്തോ ഒരു വസ്തു മണ്ണിനടിയിലുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അതും ഒരു കടമുറിയുടെ ഉള്ളിലാണ് ആ സ്പന്ദനം കണ്ടെത്തിയിട്ടുള്ളത്. രാത്രി വൈകിയും ദുരന്ത ഭൂമിയിൽ തെരച്ചിൽ തുടരുകയാണ്. അസ്ലമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉടൻ തന്നെ ആ തെരച്ചിൽ വീണ്ടും ഊർജിതമാക്കുക, കടമുറി പൊളിച്ച് അവിടെ പരിശോധന നടത്താനാണ് രക്ഷാദൌത്യ സംഘത്തിന്റെ തീരുമാനം. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. കൂടുതൽ വെളിച്ച സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ആ കടമുറി പൊളിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഹിറ്റാച്ചി ഉപയോഗിച്ച കടമുറി പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രക്ഷാദൌത്യ സംഘം. നേരത്തെ ഒന്നും കണ്ടെത്താത്തതിനെ തുടർന്ന് നിർത്തിവെച്ച രക്ഷാദൌത്യ പ്രവർത്തനമാണ് ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുള്ളത്. രാത്രി വൈകിയും അത് നീളും എന്നുറപ്പാണ്. അസ്ലം, ഈ കടമുറി എങ്ങനെയാണ് പൊളിക്കുക? അത് ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് പിന്നെ പൊളിക്കുക. ഹിറ്റാച്ചി ഉപയോഗിച്ച് തന്നെ ആയിരിക്കും ഇത് പൊളിക്കുക. അതിന് വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. അജിംസ്, കേൾക്കാൻ കഴിയുന്നത്? കേൾക്കാം, പറഞ്ഞോളൂ അസ്ലം. ഈ കടമുറി ഹിറ്റാച്ചി ഉപയോഗിച്ചായിരിക്കും പൊളിക്കുക. അതിനുശേഷം അതിന്റെ തറ മാന്തി കൃത്യമായ പരിശോധന നടത്തും. ഈ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് കൃത്യമായി തന്നെ ആഴത്തിലേക്ക് പരിശോധന പിന്നെ
നടത്തും. അതായത് ഈ കടമുടി പൊളിച്ച്, അതായത് സിഗ്നൽ ഉള്ള സ്ഥലം കൃത്യമായി തന്നെ കണ്ടെത്തിക്കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തെ കടമുടി പൊളിച്ചു മാറ്റി അതിന്റെ തറ പിന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ പരിശോധനയിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി ആദ്യം രണ്ട് കാര്യങ്ങൾ എത്തിയിട്ടിരുന്ന ഒന്ന് വെളിച്ചമാണ്. ആ വെളിച്ച സംവിധാനം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്റർ കൂടെ എത്തിക്കഴിഞ്ഞാൽ കടപ്പൊടിക്കൽ നടപടിയിലേക്ക് തന്നെ കടക്കും. ഈ ഉരുൾപൊട്ടൽ രക്ഷാദൗത്യത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടമായി ഇത് മാറുകയാണ്. നമുക്കറിയാം, ഈ രക്ഷാദൗത്യത്തിൽ ഏറ്റവും പ്രധാനമായി ആദ്യം കണ്ട എവിടെയെങ്കിലും ഒരു ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവൻ കൃത്യമായി തന്നെ കണ്ടെത്തണമെന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം മുതൽ തന്നെ അതുകൊണ്ടാണ് എല്ലാ കുടുങ്ങി കിടക്കുന്ന ആൾക്കാർ നമുക്കറിയാം. ഈ ഒരു തുടരുക. ഏതായാലും ഈ രക്ഷാപ്രവർത്തന ദൗത്യം തുടങ്ങുമ്പോൾ വീണ്ടും അസ്ലമിലേക്ക് വരാം.